പാലക്കാട് ഇന്നലെ കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ നാളുകളാണ്. നാളെ ഓരോ ആളുകളും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ വേണ്ടി പാലക്കാട്ടെ ബൂത്തുകളിലേക്ക് പോവുകയാണ്. ആര് ജയിക്കും പാലക്കാട് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ വന്നു നിൽക്കുന്നു. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു. BJPക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ, കോൺഗ്രസിന് സാധ്യത ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ, ഇനി അതൊന്നുമല്ല സരിന് സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ. ഇങ്ങനെ 3 പാർട്ടികളും വിലയിരുത്തലൊക്കെ നടത്തുന്നുണ്ട്. ഭൂരിപക്ഷം വരെ പ്രവചിക്കുന്ന ആളുകളുണ്ട്. ഇതിനിടയിൽ യഥാർത്ഥത്തിൽ പാലക്കാടിൻ്റെ അടിയൊഴുക്കുകൾ എന്താണ്? പാലക്കാട് എന്താണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ സന്ദീപ് വാര്യരുടെ കൂടുമാറ്റം, സരിൻ്റെ വരവ്, അതോടൊപ്പം കോൺഗ്രസിലെ പൊരിഞ്ഞ പോര്, തമ്മിൽ കുത്ത്, ട്രോളി ബാഗ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇതിനിടെ യഥാർത്ഥത്തിൽ പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും? വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ പാലക്കാട് ജനവിധി തേടുകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതാണ് മുഴുവൻ ചർച്ച. പാലക്കാടിൻ്റെ ഒരു പ്രചരണ ചൂടൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയി. സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് BJPയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കാരണം സന്ദീപ് വാര്യർ ഒരു ജനങ്ങളുടെ ഇടയിൽ വളരെ ജനസമ്മതനായ ഒരു മുഖമുള്ള ആളാണ്. അപ്പോൾ ആ ജനസമ്മതൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ചാനൽ ചർച്ചകളിലൂടെ സന്ദീപ് വാര്യരുടെ കുറെ ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനടക്കം അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു. ഞാനടക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പ്രത്യേകത ഉണ്ടായിട്ടല്ല, മാധ്യമപ്രവർത്തകരാണ്. അപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. സന്ദീപ് വാര്യർക്ക് അഭിമാനക്കേടുണ്ടായി, മാനസിക സമ്മർദ്ദങ്ങളും പീഡനങ്ങളും ഉണ്ടായി, ഇരിക്കാൻ ഒരു കസേര പോലും കൊടുക്കാത്തതുകൊണ്ട് വലിയ കസേര അന്വേഷിച്ച് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. അവിടെ സിംഹാസനം കിട്ടി അദ്ദേഹം വാഴട്ടെ. സന്ദീപ് വാര്യർ പോയത് BJPയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്, വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം സന്ദീപ് വാര്യർ പോകുന്നതിന് മുൻപ് വരെ BJP പ്രചരണ രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം എവിടെയൊക്കെയോ ഒരു കുറവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രചരണ ചുമതലയിൽ നിന്ന് സന്ദീപ് വാര്യർ പിൻവാങ്ങുന്നു. പിന്നെ കൃഷ്ണകുമാർ അദ്ദേഹം മാത്രം പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നു. യഥാർത്ഥത്തിൽ പാലക്കാട് ഈ പ്രചാരണത്തിൽ മുന്നിൽ സരിനായിരുന്നു, സത്യമാണ് പറയുന്നത്, സരിനായിരുന്നു മുന്നിൽ പ്രചാരണത്തിൽ, ഘോഷങ്ങൾ സരിനായിരുന്നു മുന്നിൽ. പിന്നീട് നമ്മുടെ പാലക്കാട് C കൃഷ്ണകുമാറിന് എന്താ പറയുക, ഈ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ രാഹുലിലേക്കും സരിലേക്കും മാറി. മാത്രമല്ല പാലക്കാട് സന്ദീപ് വാര്യർ പോയത് ഒരു പോസ്റ്റ് ഇട്ട് സന്ദീപ് വാര്യർ ആളുകളെയൊക്കെ അതിലേക്ക് ആകർഷിച്ചു. പിന്നെ ആ പോസ്റ്റിനെ കുറിച്ചുള്ള ചർച്ചയായി. അപ്പോ ഇതൊക്കെ വലിയ ജനതയെ ബാധിച്ചു എന്നുള്ളതല്ല, അത്യാവശ്യം കുറച്ചു പേരെ പാലക്കാട് ഇതൊക്കെ ഒന്ന് ബാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സന്ദീപ് വാര്യർ പോയത് BJPക്ക് വലിയ വിജയമായി മാറി എന്നുള്ളതാണ്, വിജയമായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് പാലക്കാട് കണക്കുകൾ. അതായത് ഏകദേശം 8,000 മുതൽ 18,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ C കൃഷ്ണകുമാർ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് സന്ദീപ് വാര്യരുടെ പോക്ക് BJPയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ കൂടുതൽ ശക്തിപ്പെടുത്തി. നമ്മുടെ പാർട്ടിയിൽ നിന്നുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ ആനുകൂല്യങ്ങളൊക്കെ പറ്റി ജനങ്ങളുടെ മുന്നിൽ ഒരു മുഖമായി മാറിയതിനു ശേഷം നമ്മുടെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോയവന് ഒരു കൃത്യമായ മറുപടി പാലക്കാടിലൂടെ ഞങ്ങൾ നൽകിയിരിക്കും. ഇത് അടിത്തട്ടിലെ അണികൾ, BJPയിലെ RSSലെ അണികൾ, അവർ ഇത് ഒരു മത്സരമായി എടുത്തുകൊണ്ട് അവർ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാഴ്ചയാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് ശേഷം പാലക്കാട് നമ്മൾ കാണുന്നത്. ശോഭാ സുരേന്ദ്രൻ വരുന്നു, കിടിലം പ്രസംഗം നടത്തുന്നു. സന്ദീപ് വാര്യർ പോയെങ്കിൽ പോട്ടെ, ഞങ്ങൾക്ക് ആയിരക്കണക്കിന് അണികളുണ്ട് പ്രവർത്തിക്കാൻ, ഒരു സന്ദീപ് പോയെന്നും പറഞ്ഞ് BJPയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള മാസ് മറുപടിയുമായി ശോഭ എത്തുന്നു. നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും K സുരേന്ദ്രൻ കൃത്യമായുള്ള പ്രചരണ ചുമതലകളിലേക്കൊക്കെ കടക്കുന്നു. MD രമേശ് എത്തുന്നു, നവ്യ ഹരിദാസ് വയനാട് നിന്നും വരുന്നു. ആകെ പാലക്കാടിന്റെ BJP പ്രചരണത്തിന്റെ ചിത്രം തന്നെ അങ്ങ് മാറുകയാണ്. BJP അങ്ങ് വലിയ രീതിയിൽ ആവേശഭരിതരായി. ഞാൻ നേതാക്കളെയല്ല പറയുന്നത്, അണികളെയാണ്, പ്രവർത്തകരെയാണ്. മാത്രമല്ല
RSS മുന്നിൽ പ്രചരണവുമായി ജനങ്ങൾക്കിടയിലേക്ക് BJP ഇറങ്ങി ചെല്ലുമ്പോൾ RSS അടിത്തട്ടിൽ നിന്ന് കൃത്യമായ വർക്ക് ആരംഭിച്ചിരിക്കുന്നു. കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവർ കൃത്യമായി അവരുടെ കാര്യങ്ങൾ പറയുന്നു, ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു, വികസനത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അതായത് പാലക്കാട് ഒരു കാവ്യ അണിയിക്കുവാനുള്ള എല്ലാ നീക്കങ്ങളും ഹരിയാനയിൽ എങ്ങനെയാണോ BJP നടത്തിയത് അതിന്റെ 100 ഇരട്ടി ശക്തിയിൽ RSS പാലക്കാട് നടത്തുന്നു എന്നുള്ളതാണ്. സന്ദീപ് വാര്യരെ പൊക്കിയെടുത്ത് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് വരെയാണ്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ സന്ദീപ് വാര്യറിന് കഴിയും. സന്ദീപ് വാര്യർ വന്നാൽ ഇപ്പോൾ കോൺഗ്രസ് അങ്ങ് പാലക്കാട് ജയിക്കും. അതൊന്നുമല്ല എന്ന് കോൺഗ്രസിലെ പല കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർക്കറിയാം. സന്ദീപ് വാര്യർ ഇപ്പൊ പറയുന്നത്, ഇപ്പൊ മോദിയെ ഈ വെറുപ്പിന്റെ നായകൻ എന്ന് പറയുന്നതും വെറുപ്പിന്റെ ഫാക്ടറിയാണ് BJP എന്ന് പറയുന്നതും എന്തിനാണ് എന്നുള്ളത് കെ മുരളീധരൻ അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം പച്ചയ സത്യങ്ങൾ ചില സമയത്ത് നാക്കിൽ നിന്ന് തികട്ടി വരുമ്പോൾ എടുത്ത് പുറത്തിടുന്നത്. അത് മറ്റൊരു കാര്യം. പക്ഷേ അവിടെ പാലക്കാടിന്റെ ഒരു ചിത്രം തന്നെ BJP മാറ്റി എഴുതുന്നു ഈ ഒരാഴ്ച കൊണ്ട് എന്നുള്ളതാണ്. അതിന് കാരണക്കാരനായ സന്ദീപ് വാര്യറിന് അവർ നന്ദി പറയുകയാണ്. സന്ദീപ് വാര്യർ പോയതൊന്നും BJPയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് സന്ദീപ് വാര്യർ എവിടം വരെ പോയാൽ എന്ന് സുരേന്ദ്രൻ ചോദിച്ചത്. സന്ദീപ് വാര്യർ പോയാൽ കോൺഗ്രസ് വരെ പോകും, അതിനപ്പുറം സന്ദീപ് വാര്യറിന് പോകാൻ ഒരു സ്ഥലമില്ല. അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് BJP പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അത് BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. C. കൃഷ്ണകുമാർ പാലക്കാടിന് വേണ്ടി കൗൺസിലറായിരുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങൾ മാത്രം മതി പാലക്കാടിൽ BJPക്ക് താമര വിരിയിപ്പിക്കാൻ എന്നുള്ളതാണ്. തീർച്ചയായും ഈ ധന്യ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് നിന്ന് തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. കാര്യം C. കൃഷ്ണകുമാർ കൗൺസിലറായിരിക്കെ പാലക്കാട് നഗരസഭയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, പാലക്കാട് നഗരസഭയിലെ CPMന്റെയും കോൺഗ്രസിന്റെയും കോട്ടകളായിരുന്ന പല വാർഡുകളും എങ്ങനെയാണ് BJP പിടിച്ചത്, അതിൽ വളരെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഏറ്റവും ഞെട്ടിക്കുന്നത് C. കൃഷ്ണകുമാർ നിന്നിരുന്ന 2 വാർഡുകളിൽ 2 വാർഡുകൾ അദ്ദേഹം മാറി മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ 2 വാർഡുകൾ 55% മുസ്ലിം ഭൂരിപക്ഷമുള്ള വാർഡുകളുണ്ട്. 55% മുസ്ലിം ഭൂരിപക്ഷമുള്ള വാർഡിൽ നിന്ന് C. കൃഷ്ണകുമാറിനെ പോലെ ഒരാൾ ജയിക്കണമെങ്കിൽ അവിടെ മുസ്ലിം വോട്ടുകൾ കൃത്യമായി C. കൃഷ്ണകുമാറിന്റെ അക്കൗണ്ടിൽ പെട്ടിയിൽ വീണിട്ടുണ്ടാവണമല്ലോ. അത് ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ. അവിടെ C. കൃഷ്ണകുമാർ എങ്ങനെയാണ് ആളുകളോട് പെരുമാറുന്നത്, അദ്ദേഹം എങ്ങനെയാണ് അവിടെ വികസനം നടപ്പിലാക്കിയത്, അദ്ദേഹം കേന്ദ്രത്തിൽ ഇടപെട്ടുകൊണ്ട് അമൃത് പദ്ധതിയിലൂടെ ഈ പാലക്കാട് നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ, കഞ്ചിക്കോട് വലിയ ബിസിനസ് ഹബ്ബ് കൊണ്ടുവരാൻ വേണ്ടി, ഫാക്ടറി ഹബ്ബ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ, പാലക്കാട് തമിഴ്നാട് മറ്റൊരു സംസ്ഥാനത്തിന്റെ കോയമ്പത്തൂരിന്റെ ഒരു അതിർത്തി പങ്കിടുന്ന സ്ഥലം കൂടെയാണ്. അവിടെ അതിൻ്റെതായ വികസന പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ കാര്യവും കേന്ദ്ര സഹായത്തോടെ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഈ അമൃത് പദ്ധതിയിലൂടെ അടിച്ചു മാറ്റിയ പണം വെച്ചിട്ട് പല നഗരസഭകളും കോർപ്പറേഷനുകളും വലിയ രീതിയിൽ വികസിപ്പിച്ചിട്ട് ഇത് ഞങ്ങളാണ്, പിണറായിയാണ്, ഞങ്ങൾ മരുമോനാണ് എന്ന് പറഞ്ഞ് ബോർഡ് വെക്കുന്ന കാലമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ കൃത്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ് C. കൃഷ്ണകുമാർ. ഇവിടെ കണ്ണാടി പഞ്ചായത്ത് അടക്കം മാത്തൂരടക്കം പല പഞ്ചായത്തുകളിലും അടിയൊഴുക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും K. സുരേന്ദ്രൻ നേരിട്ടാണ് പ്രചാരണം നയിക്കുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ ഈ സന്ദീപ് വാര്യരുടെ പോക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല. ഇനി ഇടതുപക്ഷത്തേക്ക് വന്നാൽ സരിൻ അവിടത്തേക്ക് വന്നതുകൊണ്ട് സരിനെ കോൺഗ്രസിൽ നിന്ന് സ്വീകരിച്ചാണ് ഇടതുപക്ഷം മത്സരിപ്പിക്കുന്നത്. അവർക്ക് അവരുടെ വോട്ടുകൾ കൃത്യമായി അവരുടെ പെട്ടിയിൽ വീണില്ലെങ്കിൽ ഇതുപോലൊരു നാണക്കേട് ഇനി CPMന് ഉണ്ടാവില്ല. അതുകൊണ്ട് അവരുടെ വോട്ട് ഈ കോൺഗ്രസിന് കൊടുത്ത് പിന്നെ കച്ചവടം നടത്തുന്ന ഉളുപ്പില്ലാത്ത പോലെ, അതും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ CPMനെ വാരി അലക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് CPMകാർ വോട്ട് ചെയ്യാൻ പോയാൽ പിന്നെ എന്തായാലും സ്ഥിതി എന്ന് എനിക്കറിയില്ല. അതുപോലെയാണ് കോൺഗ്രസിന്റെ അവസ്ഥയും. അതിനുള്ളിൽ പടലപ്പിണക്കങ്ങളുണ്ട്. പാണക്കാട് പോയി കാല് പിടിക്കുന്നു, നേരെ ഇന്നലെ മുനമ്പത്തേക്ക് പോയിട്ട് ബിഷപ്പിന്റെ കാല് പിടിക്കുന്ന തങ്ങളെ കണ്ടു. ഇതൊക്കെ പിന്നെ ഇലക്ഷൻ പൊളിറ്റിക്സ് ആണ്. അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ആന, കടൽ, മോഹൻലാൽ ഒപ്പം K. മുരളീധരൻ, ദയവായി ആനയും കടലും ഇത് കേട്ടിട്ട് ഇവിടുന്ന് ഓടുമോ എന്ന് എനിക്കറിയില്ല. മോഹൻലാലിന് ഇവിടെ ജീവിച്ചല്ലേ പറ്റൂ, അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദയവായി ഇങ്ങനെയൊന്നും പറയരുതേ എന്നാണ് വടകരയിലെ ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം. K. മുരളീധരൻ സത്യം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു. ഞാൻ വടകരയിൽ നിന്നായിരുന്നെങ്കിൽ ശൈലജ ടീച്ചർ ജയിച്ചതെന്നേ, വേറെ ഒന്നുമില്ല, വേറെ ഒരു കാര്യവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ്
ജനങ്ങളെ വെറുതെ മണ്ടന്മാരാക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. വാര്യരുടെ വാര്യരുടെ വഞ്ചിക്കലൊന്നും BJP ഒരു തരത്തിലും പിന്നെ ഉലച്ചിട്ടില്ല എന്നുള്ളത് ആദ്യം വാര്യർ തിരിച്ചറിയുക എന്നുള്ളത് മാത്രം. എന്താണോ വാര്യറെ തനിക്ക് പറ്റിയത്? അതെ, വാര്യരുടെ വാരിയേറുകൾ മാത്രം ഏറ്റിട്ടില്ല.